ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ കുറ്റസമ്മതമൊഴിയിലൂടെ പുറം ലോകം അറിയുന്നത് സിനിമാ കഥകളെ വെല്ലുന്ന ക്രൂരമായ കഥ. 8 വർഷങ്ങൾക്ക് മുമ്പ് വിജയനും നിതീഷും ചേർന്നാണ് 5 ദിവസം പ്രായമായ നവജാത ശിശുവിനെ കൊന്നത്. അന്ന് ഇരുവർക്കും സഹായിയായി ഉണ്ടായിരുന്നത് വിജയന്റെ മകൻ വിഷ്ണുവും. കയ്യിലിരുന്ന കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ച് നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുണി കൊണ്ട് മൂടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത്. ശേഷം കന്നുകാലിക്കൂടിൻ്റെ തറയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം മറവു ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം അതേ വിജയനെ നിതീഷ് കൊലപ്പെടുത്തുന്നത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച്. അപ്പോൾ നിതീഷിന് കൂട്ടായി നിന്നത് കൊല്ലപ്പെട്ട വിജയൻ്റെ സ്വന്തം മകനും ഭാര്യയും. മൃതദേഹം ആരും അറിയാതെ മറവു ചെയ്തതാകട്ടെ വാടക വീട്ടിലെ കിടപ്പുമുറിയിലെ തറയിലും. നവജാത ശിശുവിനെ കൊന്ന കേസിൽ നിതീഷ്, വിജയൻ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിജയന്റെ കൊലപാതകത്തിൽ ഭാര്യയും മകനും ഉൾപ്പെടെ 3 പ്രതികളാണ്. നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടാണ് കൊല ചെയ്യാൻ കാരണമായി FIRൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കുമെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തി. കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു മോഷണക്കേസുമായി ബന്ധപ്പെട്ട വിഷ്ണു വിജയനെയും നിതീഷ് രാജിനെയും പോലീസ് പിടികൂടിയത്. തുടർന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ മാതാവിൻ്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിലും സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് ഇരട്ടക്കൊലപാതക കേസിലേക്ക് എത്തിച്ചത്. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ മുഖ്യപ്രതി ദിനീഷുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി പോലീസ്. നവജാത ശിശുവിനെയും വിജയൻ എന്നയാളെയും കൊലപ്പെടുത്തിയ കേസിലാണ് നിതീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം പുനർ ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.